ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിയ ഗുരു മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ 27, 28 ആൻഡ് 29 ഈ 3 ദിവസത്തെ കറണ്ട് അഫയേഴ്സുകളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രിയ മാലിക് വിൻസ് ഗോൾഡ് അറ്റ് വേൾഡ് കേഡർ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ്. Where was 2021 World Cadre Wrestling Championship conducted? Option A Haiti, Option B Hungary, Option C Japan and Option D China. 2021 വേൾഡ് കേഡർ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പ്രിയ മാലിക്കിന് ഗോൾഡ് ലഭിച്ചു. ഇത് എവിടെയാണ് നടന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഹംഗറി. ഹംഗറിയിലെ ബുഡാപെസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നടന്നത്. 73 കിലോഗ്രാം വെയ്റ്റ് കാറ്റഗറിയിലാണ് ഇവർക്ക് ഈ വിജയം കരസ്ഥമാക്കിയത്. സെനിയ പട്ടോവിച്ചിനെയാണ് പ്രിയ മാലിക് ഡിഫീറ്റ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. CRPF observes Dash Rising Day on 27 July 2021. Option A 73rd, Option B 83rd, Option C 76 and Option D 86. 2021 ജൂലൈ 27 എത്രാമത്തെ റൈസിംഗ് ഡേ ആണ് CRPF ഒബ്സർവ് ചെയ്തത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 83rd. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കെയർ റേറ്റിംഗ്സ് പ്രോജക്ട്സ് ഇന്ത്യസ് GDP ഗ്രോത്ത് ബിറ്റ്വീൻ ഡാഷ് ഇൻ ഫിസിക്കൽ ഇയർ 2022. Option A 8.829%, Option B 8.529%, Option C 8.829.1%, Option D 8.929%. The right answer is Option A 8.829%. ഫൈനാൻഷ്യൽ ഇയർ 2021-22 ഇന്ത്യയുടെ GDP ഗ്രോത്ത് കെയർ റേറ്റിംഗ്സ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് 8.829% ആണ്. Next question. NASA selects SpaceX for mission to Jupiter Moon Europa. Who is the CEO of SpaceX? Option A Bill Nelson, Option B David M. Solomon, Option C Elon Musk and Option D James Morhard. എന്താണ് നാസ ജൂപ്പിറ്റർ മോൺ യൂറോപ്പ മിഷന് വേണ്ടിയിട്ട് സ്പേസ് എക്സിനെ തിരഞ്ഞെടുത്തു. അങ്ങനെയാണെങ്കിൽ സ്പേസ് എക്സിന്റെ CEO ആരാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ആൻസർ ഈസ് എലോൺ മസ്ക്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയുടെ വിശദമായ അന്വേഷണം നടത്താൻ വേണ്ടി വിക്ഷേപണ സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് US ബഹിരാകാശ ഏജൻസിയായ നാസ കാലിഫോർണിയ ആസ്ഥാനമായിട്ടുള്ള സ്പേസ് എക്സ് തിരഞ്ഞെടുത്തത്. യൂറോപ്പ ക്ലിപ്പർ മിഷൻ എന്നാണ് ഇതിൻ്റെ പേര്. നാസയുടെ അഡ്മിനിസ്ട്രേറ്റർ ബിൽ നെൽസൺ ആണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ വാഷിങ്ടൺ DC US ആണ്. ഇത് ഫൗണ്ട് ചെയ്തത് 1 ഒക്ടോബർ 1958 സ്പേസ് എക്സിൻ്റെ ഫൗണ്ടർ ആൻഡ് CEO ആണ് എലോൺ മസ്ക്. ഫൗണ്ട് ചെയ്തത് 2002 ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് US കാലിഫോർണിയ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ഫസ്റ്റ് കൺട്രി ടു അപ്രൂവ് ഗോൾഡൻ റൈസ് ഫോർ പ്ലാന്റിംഗ്? Option A India, Option B China, Option C Philippines and Option D Maldives. പ്ലാന്റിങ്ങിന് വേണ്ടി ഗോൾഡൻ റൈസ് അപ്രൂവ് ചെയ്ത ഫസ്റ്റ് കൺട്രി ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഫിലിപ്പൈൻസ്. ഗോൾഡൻ റൈസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ബ്രൈറ്റ് യെല്ലോ കളർ ആയിരിക്കും. അതേപോലെ ഇതിൻ്റെ അകത്ത് 40% എന്ന് പറയുന്ന വൈറ്റമിൻ A ആയിരിക്കും. ഫിലിപ്പൈൻസിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് റോഡ്രിഗോ ഡുട്ടർട്ടെയാണ്. ഫിലിപ്പൈൻസിന്റെ ക്യാപിറ്റൽ മനിലയാണ്. ഇതിന്റെ കറൻസി എന്ന് പറയുന്നത് പെസോ ആണ്, ഫിലിപ്പൈൻ പെസോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഫ്ലോട്ടിംഗ് സോളാർ ഫാം ആൻഡ് എനർജി സ്റ്റോറേജ് സിസ്റ്റം വിൽ ബി സെറ്റ് അപ്പ് ഇൻ വിച്ച് കൺട്രി? ഓപ്ഷൻ എ സിംഗപ്പൂർ, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി ഇന്ത്യ ആൻഡ് ഓപ്ഷൻ ഡി ഇന്തോനേഷ്യ. വേൾഡിലെ ബിഗ്ഗസ്റ്റ് ഫ്ലോട്ടിംഗ് സോളാർ ഫാം ആൻഡ് എനർജി സ്റ്റോറേജ് സിസ്റ്റം ഏത് കൺട്രിയിലാണ് സ്ഥാപിക്കാൻ പോകുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലെ ബട്ടം എന്ന സിറ്റിയിൽ സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള സൺസീപ് ഗ്രൂപ്പ് $2 ബില്യൺ ഇത് പണിയാൻ വേണ്ടി കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. 1600 ഹെക്ടേഴ്സ് അതായത് 4000 ഏക്കേഴ്സ് ആണ് ഇത് കവർ ചെയ്യുന്നത്. ഇന്തോനേഷ്യയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ജക്കാർത്തയാണ്. കറൻസി എന്ന് പറയുന്നത് ഇന്തോനേഷ്യൻ റുപ്പയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റർനാഷണൽ ഡേ ഫോർ ദ കൺസർവേഷൻ ഓഫ് ദ മാംഗ്രൂവ് എക്കോസിസ്റ്റം ഈസ് സെലിബ്രേറ്റഡ് ഓൺ ഡാഷ്? ഓപ്ഷൻ എ ജൂലൈ 27, ഓപ്ഷൻ ബി ജൂലൈ 26, ഓപ്ഷൻ സി ജൂൺ 27 ആൻഡ് ഓപ്ഷൻ ഡി ജൂൺ 26. ദ റൈറ്റ് ആൻസർ ഈസ് ജൂലൈ 26. ജൂലൈ 26 ഇന്റർനാഷണൽ ഡേ ഫോർ ദ കൺസർവേഷൻ ഓഫ് മാംഗ്രൂവ് എക്കോസിസ്റ്റം സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? കണ്ടൽക്കാടിൻ്റെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദിവസമാണ്
ജൂലൈ 26 ആചരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഗോട്ട് ഗോൾഡ് ഇൻ മെൻസ് സ്ട്രീറ്റ് സ്കേറ്റിംഗ് കോമ്പറ്റീഷൻ ഇൻ ടോക്കിയോ ഒളിമ്പിക്സ്? ഓപ്ഷൻ എ യൂട്ടോ ഹൊറിഗോൺ, ഓപ്ഷൻ ബി കെൽവിൻ ഹോൾഫ്ലർ, ഓപ്ഷൻ സി ജഗ്ഗർ ഈറ്റൻ ആൻഡ് ഓപ്ഷൻ ഡി പ്രിയ മാലിക്. ദ റൈറ്റ് ആൻസർ ഈസ് യൂട്ടോ ഹൊറിഗോൺ. ജപ്പാന്റെ യൂട്ടോ ഹൊറിഗോമിനാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ മെൻ സ്ട്രീറ്റ് സ്കേറ്റിംഗ് കോമ്പറ്റീഷനിൽ ഗോൾഡ് ലഭിച്ചത്. സിൽവർ ലഭിച്ചത് ബ്രസീലിന്റെ കെൽവിൻ ഹോഫ്ലറിനും ബ്രോൺസ് ലഭിച്ചത് US-ന്റെ ജഗ്ഗർ ഈറ്റണുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വിൽ ബി ദ ഹോസ്റ്റ് ഫോർ 2021 സെൻട്രൽ സൗത്ത് ഏഷ്യ കോൺഫറൻസ് 2021? 2021 സെൻട്രൽ സൗത്ത് ഏഷ്യ കോൺഫറൻസിന്റെ ഹോസ്റ്റ് എവിടെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പാകിസ്ഥാൻ, ഓപ്ഷൻ ബി തജിക്കിസ്ഥാൻ, ഓപ്ഷൻ സി ഉസ്ബെക്കിസ്ഥാൻ ആൻഡ് ഓപ്ഷൻ ഡി തുർക്ക്മെനിസ്ഥാൻ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഉസ്ബെക്കിസ്ഥാൻ. ഈ കോൺഫറൻസിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് സെൻട്രൽ ആൻഡ് സൗത്ത് ഏഷ്യ റീജിയണൽ കണക്ടിവിറ്റി ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ്. ഇത് നടക്കുന്നത് തഷ്കണ്ടിൽ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സ്റ്റേറ്റ് യൂണിയൻ മിനിസ്റ്റർ അമിത് ഷാ ഇനോഗ്രേറ്റഡ് ഗ്രേറ്റർ സോഹ്ര വാട്ടർ സപ്ലൈ സ്കീം? ഓപ്ഷൻ എ ത്രിപുര, ഓപ്ഷൻ ബി ആസാം, ഓപ്ഷൻ സി മേഘാലയ ആൻഡ് ഓപ്ഷൻ ഡി ഒഡീഷ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി മേഘാലയ. മേഘാലയയിലെ ഈസ്റ്റ് കാസി ഹിൽസിലുള്ള സോഹ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് യൂണിയൻ മിനിസ്റ്റർ അമിത് ഷാ ഗ്രേറ്റർ സോഹ്ര വാട്ടർ സപ്ലൈ സ്കീം ഇനോഗ്രേറ്റ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ ആനുവൽ മാരിടൈം എക്സസൈസ് കണ്ടക്റ്റഡ് ടു പ്രൊമോട്ട് നാഷണൽ ആൻഡ് റീജിയണൽ മാരിടൈം സെക്യൂരിറ്റി ഇൻ ഈസ്റ്റ് ആഫ്രിക്ക ആൻഡ് വെസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യൻ? ഓപ്ഷൻ എ കട്ലസ് എക്സ്പ്രസ്, ഓപ്ഷൻ ബി ഇന്ദ്ര, ഓപ്ഷൻ സി സമൃദ്ധി ആൻഡ് ഓപ്ഷൻ ഡി യുദ്ധഭ്യാസ്. നാഷണൽ ആൻഡ് റീജിയണൽ മാരിടൈം സെക്യൂരിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈസ്റ്റ് ആഫ്രിക്കയും വെസ്റ്റേൺ ഇന്ത്യൻ ഓഷ്യനും തമ്മിൽ ഏർപ്പെട്ട മാരിടൈം എക്സസൈസിൻ്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ കട്ലസ് എക്സ്പ്രസ്. ഇന്ത്യൻ നേവൽ ഷിപ്പായ INS തൽവാർ ഈ എക്സസൈസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ 40th ട്രഷർ ഇൻ ഇന്ത്യ ഇൻസ്ക്രൈബ്ഡ് ഓൺ ദ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ്? യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് 40ാമത് ചേർക്കപ്പെട്ടിരിക്കുന്ന ട്രഷർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ധോളാവീര, ഓപ്ഷൻ ബി കഗതിയ ടെമ്പിൾ, ഓപ്ഷൻ സി മധുര മീനാക്ഷി ടെമ്പിൾ ആൻഡ് ഓപ്ഷൻ ഡി എല്ലോറ കേവ്സ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ധോളാവീര. ഗുജറാത്തിലെ ധോളാവീര എന്ന് പറയുന്ന ഹാരപ്പൻ സംസ്കാര കാലത്തെ ഒരു മഹാനഗരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് കൺട്രി ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് 2021 വാസ് കണ്ടക്റ്റഡ്? ഓപ്ഷൻ എ പാകിസ്ഥാൻ, ഓപ്ഷൻ ബി തജിക്കിസ്ഥാൻ, ഓപ്ഷൻ സി ഉസ്ബെക്കിസ്ഥാൻ ആൻഡ് ഓപ്ഷൻ ഡി തുർക്ക്മെനിസ്ഥാൻ. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഏത് രാജ്യത്താണ് നടന്നത്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി തജിക്കിസ്ഥാൻ. തജിക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ ദുഷാൻബെ ആണ്. കറൻസി എന്ന് പറയുന്നത് സൊമോണി, തജിക്കിസ്ഥാനി സൊമോണിയാണ്. പ്രസിഡന്റ് എന്ന് പറയുന്ന ഇമോമാലി റഹ്മാൻ. ഇതേപോലെ അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് തജ്കി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ഇലക്റ്റഡ് ആസ് ദ ന്യൂ CM ഓഫ് കർണാടക? ഓപ്ഷൻ എ ബസവരാജ് എസ് ബൊമ്മൈ, ഓപ്ഷൻ ബി BS യെദ്യൂരപ്പ ആൻഡ് ഓപ്ഷൻ സി താവർ ചന്ദ് ഗെഹ്ലോട്ട് ആൻഡ് ഓപ്ഷൻ ഡി അശ്വന്ത് നാരായണൻ. The right answer is option A ബസവരാജ് എസ് ബൊമ്മൈ. Next question, World Hepatitis Day is celebrated on dash? The right answer is July 28. ജൂലൈ 28-നാണ് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് കാൻറ്റ് വെയിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ഡാഷ്? ഓപ്ഷൻ എ July 27, ഓപ്ഷൻ ബി July 28, ഓപ്ഷൻ സി July 29 ആൻഡ് ഓപ്ഷൻ ഡി July 30. The right answer is July 28. Next question, IMF projects India's economic growth forecast for fiscal year 2022 at dash percentage? Option A 8.5%, option B 9.5%, option C 10.5% and option D 12.5%. In fiscal year 2022-ൽ IMF ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് ഫോർകാസ്റ്റ് എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് 9.5%. നേരത്തെ 12.5% ആണെന്നായിരുന്നു പറഞ്ഞിരുന്നത്, ഇപ്പോൾ അത്
9.5% ആക്കി കുറിച്ചിട്ടുണ്ട്. IMFന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC ആണ്. മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചെയർമാൻ എന്ന് പറയുന്നത് ക്രിസ്റ്റലീന ജോർജീവിയ ആണ്. ഇവിടുത്തെ ചീഫ് എക്കണോമിസ്റ്റ് എന്ന് പറയുന്നത് ഗീത ഗോപിനാഥ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ജോയിന്റ് മിലിറ്ററി ഡ്രിൽ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് റഷ്യ? ഓപ്ഷൻ എ സമൃദ്ധി, ഓപ്ഷൻ ബി യുദ്ധാഭ്യാസ്, ഓപ്ഷൻ സി കാർലസ് എക്സ്പ്രസ് ആൻഡ് ഓപ്ഷൻ ഡി ഇന്ദ്ര. ദ റൈറ്റ് ആൻസർ ഈസ് ഇന്ദ്ര. ഇന്ത്യയും റഷ്യയും തമ്മിലായ ജോയിന്റ് മിലിറ്ററി ഡ്രില്ലായ എക്സസൈസ് ഇന്ദ്ര 2021 എന്ന് പറയുന്നത് ഇന്ദ്രയുടെ 12th എഡിഷൻ ആണ് നടന്നത്. ഇത് റഷ്യയിലെ വോൾഗോഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഡിജിറ്റൽ കറൻസി ഓഫ് RBI? ഓപ്ഷൻ എ CBDC, ഓപ്ഷൻ ബി ബിറ്റ്കോയിൻ, ഓപ്ഷൻ സി ലൈറ്റ് കോയിൻ, ഓപ്ഷൻ ഡി ഡോജ് കോയിൻ. RBIയുടെ ഡിജിറ്റൽ കറൻസി ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ CBDC, സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് സിറ്റി ടു പ്രൊവൈഡ് ക്വാളിറ്റി ഡ്രിങ്കിങ് ടാപ്പ് വാട്ടർ? ക്വാളിറ്റി ഡ്രിങ്കിങ് ടാപ്പ് വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യയിലെ ഫസ്റ്റ് സിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി പൂനെ, ഓപ്ഷൻ സി പുരി, ഓപ്ഷൻ ഡി ഗാന്ധിനഗർ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി പുരി. ഒഡീഷയിലെ പുരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇങ്ങനെ 24 hour ബേസിസിൽ ഒരു ക്വാളിറ്റി ഡ്രിങ്കിങ് ടാപ്പ് വാട്ടർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് മേഡ് ദേവാരണ്യ സ്കീം ടു പ്രൊമോട്ട് ആയുർവേദ? ആയുർവേദയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ദേവാരണ്യ എന്ന് പറയുന്ന സ്കീം ലോഞ്ച് ചെയ്തത് ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര ആൻഡ് ഓപ്ഷൻ ഡി ഗുജറാത്ത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി മധ്യപ്രദേശ്. മധ്യപ്രദേശിൻ്റെ CM എന്ന് പറയുന്നത് ശിവരാജ് സിംഗ് ചൗഹാൻ ആണ്. ഗവർണർ എന്ന് പറയുന്നത് മംഗുഭായ് ഛഗൻഭായ് പട്ടേലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Momiji Nishia becomes one of the youngest gold medal winners in Olympics. She represents which country? ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ ലഭിക്കുന്ന യങ്ങസ്റ്റ് ആയിട്ടുള്ള വിന്നേഴ്സിൽ ഒരാളാണ് മൊമിജി നിഷ. ഏത് കൺട്രിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി ജപ്പാൻ ആൻഡ് ഓപ്ഷൻ ഡി ബ്രസീൽ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ജപ്പാൻ. വുമൺ സ്കേറ്റ് ബോർഡിങ്ങിലാണ് മൊമിജി നിഷയ്ക്ക് ഗോൾഡ് ലഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഇന്ത്യൻ സിറ്റി സെലക്ടഡ് ഫോർ ഇന്റർനാഷണൽ ക്ലീൻ എയർ കാറ്റലിസ്റ്റ് പ്രോഗ്രാം? ഓപ്ഷൻ എ ഇൻഡോർ, ഓപ്ഷൻ ബി പുരി, ഓപ്ഷൻ സി പൂനെ ആൻഡ് ഓപ്ഷൻ ഡി മുംബൈ. ഇന്റർനാഷണൽ ക്ലീൻ എയർ കാറ്റലിസ്റ്റ് പ്രോഗ്രാമിലേക്ക് സെലക്ട് ചെയ്ത ഇന്ത്യൻ സിറ്റി ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഇൻഡോർ. ക്ലീനസ്റ്റ് സിറ്റി ഓഫ് ഇന്ത്യ ആണ് ഇൻഡോർ എന്ന് പറയുന്നത്. മധ്യപ്രദേശിലെ ഇൻഡോർ ആണ് ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള സിറ്റി. ഇതിനെയാണ് ഇന്റർനാഷണൽ ക്ലീൻ എയർ കാറ്റലിസ്റ്റ് പ്രോഗ്രാമിലേക്ക് സെലക്ട് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് അപ്പോയിന്റഡ് ആസ് ദ ഡൽഹി പോലീസ് കമ്മീഷണർ? ഓപ്ഷൻ എ അലോക് വർമ്മ, ഓപ്ഷൻ ബി കീർത്തി ജല്ലി, ഓപ്ഷൻ സി രാകേഷ് അസ്താന ആൻഡ് ഓപ്ഷൻ ഡി ജെ ഡെന്നിസൺ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി രാകേഷ് അസ്താന. BSFന്റെ ഡയറക്ടർ ജനറലായ രാകേഷ് അസ്താനയാണ് ഡൽഹി പോലീസ് കമ്മീഷണറായി അപ്പോയിന്റ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ ടൈഗർ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ ഡാഷ്? ഓപ്ഷൻ എ ജൂലൈ 27, ഓപ്ഷൻ ബി ജൂലൈ 28, ഓപ്ഷൻ സി ജൂലൈ 29 ആൻഡ് ഓപ്ഷൻ ഡി ജൂലൈ 30. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ജൂലൈ 29. 2021 ടൈഗർ ഡേയുടെ തീം എന്ന് പറയുന്നത് their survival is in our hands എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അർജുന അവാർഡ് വിന്നിംഗ് നാഡു നടേക്കർ passes away. He was a legend in dash. Option A chess, option B badminton, option C hockey and option D tennis. അർജുന അവാർഡ് ജേതാവായ നാഡു നടേക്കർ മരിച്ചുപോയി. അദ്ദേഹം ഏത് ഫീൽഡിനാണ് ലെജൻഡായി ഉണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ബാഡ്മിൻ്റൺ. ഇന്റർനാഷണൽ ടൈറ്റിൽ ലഭിക്കുന്ന ഫസ്റ്റ് ഇന്ത്യൻ ആയിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. 1956 അദ്ദേഹത്തിന് അത് ലഭിച്ചത്. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു റിസർവ് ജോബ്സ് ഫോർ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ്? ഓപ്ഷൻ എ കേരള, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി
തമിഴ്നാടു ആൻഡ് ഓപ്ഷൻ ഡി തെലങ്കാന. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് ജോബിൽ റിസർവേഷൻ അംഗീകരിച്ച ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി കർണാടക. 1% റിസർവേഷനാണ് കർണാടക ഗവൺമെൻറ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To provide safe shelter for transgender persons, Government of India has set up which program? Option A Garima Grihas, Option B Devarunya, Option C Sigruti and Option D Life. ട്രാൻസ്ജെൻഡർ പേഴ്സൺസിന് സേഫ് ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത പ്രോഗ്രാം ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഗരിമ ഗൃഹസ്. നെക്സ്റ്റ്, who is appointed as the new Prime Minister of Lebanon? Option A Nawaf Salam, Option B Michael Aoun, Option C Najib Mikati, Option D Saad Hariri. ലെബനൻ്റെ പുതിയ പ്രൈം മിനിസ്റ്ററായി സെലക്ട് ചെയ്ത ആരെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി നജീബ് മിഖാത്തി. ഇദ്ദേഹത്തിന് മുമ്പ് സാദ് ഹരീരി ആയിരുന്നു PM. അവിടുത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മൈക്കൽ ഓൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For contravention of non-compliance with certain provisions of RBI imposed a monetary penalty of dash on Axis Bank. RBIയുടെ നിയമങ്ങൾ പാലിക്കാത്തതിന് വേണ്ടി RBI ആക്സിസ് ബാങ്കിന് എത്ര രൂപയുടെ പെനാൽറ്റിയാണ് ചുമത്തിയത് എന്നാണ് ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 5 crores. Next question. Sanjeev Sahoda is among 13 contenders for fiction's Booker Prize. His which novel is selected? Option A China Room, Option B The Years of Runways, Option C Ours Are the Streets, Option D The Testament. The right answer is Option A China Room. Next question. Savitribai Phule Pune University is tied up with which automobile giant to train youth? യൂത്തിനെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടി സാവിത്രിബായ് പൂലെ പൂന യൂണിവേഴ്സിറ്റി ഏത് ഓട്ടോമൊബൈൽ ജയൻറ്റുമായിട്ടാണ് എഗ്രിമെൻറ്റ് ടൈപ്പ് ചെയ്തത്? ഓപ്ഷൻ എ ടൊയോട്ട, ഓപ്ഷൻ ബി മാരുതി സുസുക്കി, ഓപ്ഷൻ സി വോക്സ് വാഗൺ ആൻഡ് ഓപ്ഷൻ ഡി ഫോർഡ്സ് മോട്ടോർ കമ്പനി. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി മാരുതി സുസുക്കി. നെക്സ്റ്റ്, which is the new robotics company to launch by Alphabet? Alphabet ലോഞ്ച് ചെയ്യാൻ പോകുന്ന പുതിയ റോബോട്ടിക്സ് കമ്പനി ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡീപ് മൈൻഡ്, ഓപ്ഷൻ ബി ക്യാപിറ്റൽ ജി, ഓപ്ഷൻ സി വേമോ ആൻഡ് ഓപ്ഷൻ ഡി ഇൻട്രൻസിക്. ഇൻഡസ്ട്രിയൽ റോബോട്ട്സിന് വേണ്ടി സോഫ്റ്റ്വെയർസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ആൽഫബറ്റ് എന്താണ്? ഗൂഗിൾ പേരൻ്റാണ് ആൽഫബറ്റ്. ഗൂഗിൾ പേരൻ്റായ ആൽഫബറ്റ് ഒരു പുതിയ റോബോട്ടിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഇൻട്രൻസിക്. ഇൻട്രൻസിക്കിൻ്റെ CEO എന്ന് പറയുന്നത് വെൻഡി ടാൻ വൈറ്റ് ആണ്. ആൽഫബറ്റിൻ്റെ CEO ആരാണ്? സുന്ദർ പിച്ചായി. ഗൂഗിൾ ഫൗണ്ട് ചെയ്തത് 1998 സെപ്റ്റംബർ 4 ഹെഡ് ക്വാർട്ടേഴ്സ് കാലിഫോർണിയ US. ആൻഡ് ഗൂഗിളിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്ന ലാരി പേജ് ആൻഡ് സെർജറി ബ്രിൻ ആണ്. അപ്പോൾ ഇത് ഇത്രയുമാണ് ഈ 3 ദിവസത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും മറ്റും ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.